ട്രംപ് ആരംഭിച്ച സൈനിക നടപടികൾക്ക് അമേരിക്കൻ സെനറ്റിന്റെ നിർണായക പിന്തുണ. ഇതോടെ ഇറാനെതിരെ പോരാട്ടം കൂടുതൽ രൂക്ഷമാകാൻ ഇനി ട്രംപിന് കഴിയും. ഇറാന്റെ സൈനിക ശക്തി പൂർണ്ണമായും നശിപ്പിക്കും വരെ യുദ്ധം തുടരാനാണ് നിലവിൽ യുഎസും ഇസ്രയേലും ഉദ്ദേശിക്കുന്നത്. ഇറാനെതിരെ ആരംഭിച്ച സൈനിക നടപടി വൻ വിജയമാണെന്നും അതേസമയം അമേരിക്കൻ സൈന്യം പ്രതീക്ഷിച്ചതിലും വലിയ മുന്നേറ്റമാണ് നടത്തുന്നതെന്നുമാണ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ചത്. വൈറ്റ് ഹൌസിൽ നടന്ന ഒരു ചടങ്ങിൽ സംസാരിക്കവെയായിരുന്നു യുദ്ധത്തിന്റെ നിലവിലെ അവസ്ഥയെക്കുറിച്ച് അദ്ദേഹം ആത്മവിശ്വാസം പ്രകടിപ്പിച്ചത്. യുദ്ധമുന്നണിയിൽ കാര്യങ്ങൾ വളരെ ഭംഗിയായി നടക്കുന്നുണ്ടെന്ന് വ്യക്തമാക്കിയ ട്രംപ് സൈന്യത്തിന്റെ പ്രകടനത്തിന് 10-ൽ എത്ര മാർക്ക് നൽകുമെന്ന ചോദ്യത്തിന് താൻ 15 മാർക്കും നൽകുമെന്നായിരുന്നു മറുപടി നൽകിയത്. ഇറാന്റെ മിസൈൽ ശേഖരവും അവ വിക്ഷേപിക്കാനുള്ള സംവിധാനങ്ങളും അതിവേഗം തകർക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണെന്നാണ് ട്രംപിന്റെ അവകാശവാദം. അയൽ രാജ്യങ്ങളെയും ഒരു കാലത്ത് സഖ്യകക്ഷികളായിരുന്നവരെയും ഇറാൻ ആക്രമിക്കുന്നുണ്ടെന്ന കാര്യം ശരിവെച്ച പ്രസിഡന്റ് നിയന്ത്രണമില്ലാതെ പ്രവർത്തിക്കുന്ന ഒരു രാഷ്ട്രമാണ് ഇറാനെന്നും നിലവിലെ സൈനിക നീക്കം അതിന് അന്ത്യം കുറിക്കുമെന്നാണ് കൂട്ടിച്ചേർത്തത്. ഇറാനിലെ ഉന്നത നേതാക്കളുടെ മരണത്തെ തുടർന്നുണ്ടായ ഭരണ പ്രതിസന്ധിയെ പരിഹാസരൂപേണയാണ് ട്രംപ് നേരിട്ടതും. ഇറാൻ നേതൃനിര അതിവേഗം ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണെന്നും അവിടെ നേതാവാകാൻ ആഗ്രഹിക്കുന്നവരെല്ലാം കൊല്ലപ്പെടുന്ന സാഹചര്യമാണ് നിലവിലുള്ളതെന്നും അദ്ദേഹം പറയുന്നുണ്ട്. ആയത്തുള്ള അലി ഖമനി ഉൾപ്പെടെയുള്ളവർ കൊല്ലപ്പെട്ട സാഹചര്യത്തിൽ ഇറാന്റെ അടുത്ത ഭരണാധികാരി ആരാകുമെന്ന കാര്യത്തിൽ തനിക്ക് പ്രത്യേക താൽപ്പര്യമില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു. ഇറാനെ പൂർണ്ണമായും നിശബ്ദമാക്കാനുള്ള നീക്കങ്ങളുമായി മുന്നോട്ടു പോകാനാണ് ട്രംപ് ഭരണകൂടത്തിന്റെ തീരുമാനം. ഈ സൈനിക നടപടി സ്വീകരിച്ചില്ലായിരുന്നുവെങ്കിൽ ഇസ്രയേലും അമേരിക്കയ്ക്കും നേരെ ഇറാന്റെ ഭാഗത്തു നിന്ന് വലിയൊരു ആക്രമണം ഉണ്ടാകുമായിരുന്നുവെന്നാണ് ട്രംപ് ആവർത്തിച്ചത്. തങ്ങൾ ആദ്യം ആക്രമിച്ചില്ലായിരുന്നുവെങ്കിൽ ഇസ്രയേലിനെ അവർ ലക്ഷ്യം വെക്കുമായിരുന്നുവെന്നും സാധ്യമാണെങ്കിൽ അമേരിക്കയ്ക്ക് നേരെയും അവർ നീങ്ങുമായിരുന്നുവെന്നാണ് വൈറ്റ് ഹൌസിന്റെ പക്ഷം. നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്ന സൈനിക നീക്കത്തെ അത്ഭുതകരമായ മുന്നേറ്റമെന്നാണ് ട്രംപ് വിശേഷിപ്പിച്ചത്. എന്തുതന്നെയായാലും അമേരിക്ക കൈവിടുമോ എന്നുള്ളൊരു ഭയം അത് ഇസ്രയേലിനുമുണ്ട്. ഇന്റർനാഷണൽ ഡെസ്ക്, സീ മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.